കേട്ടോ. അത് നമ്മളെ കിഡ്സ് പിന്നെ പറഞ്ഞ ടൈം നടക്കാൻ കേട്ടോ. പെരക്ക് കാര്യങ്ങളുണ്ട്. നാളെ കൃത്യം ഇതേ സമയത്ത് ചോദ്യം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചോദ്യം ഇന്ത്യയിൽ നാളെ കൃത്യം 6:30 നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ അരമണിക്കൂറോളം ദീർഘം വരുന്ന ജനറൽ ക്വിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എല്ലാവരും കൃത്യമായി പങ്കെടുത്തു കമൻറ്റ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് സംവിധാനം നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് സംവിധാനം നിലവിൽ വന്നത് എപ്പോഴാണ്? The answer is 1860. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അറിയപ്പെടുന്നത് ഏതാണ്? ചകവർഷ കലണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്കയിൽ നിന്ന്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ എത്ര ജില്ലകളാണ് ഉൾക്കൊള്ളുന്നത്? 2. എല്ലാവരും കമൻറ്റ് ചെയ്യൂട്ടോ. വന്നവർ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും കമൻറ്റ് ചെയ്യൂട്ടോ. ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ. ഏതാണ് യൂണിവേഴ്സിറ്റി? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏതാണ്? ദ ആൻസർ ഈസ് പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഒരു രൂപ നോട്ടിൽ ആരുടെ കയ്യൊപ്പ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആരുടെ കയ്യൊപ്പാണ് ഇന്ത്യയിലെ ഒരു രൂപ നോട്ടിൽ കയ്യൊപ്പ് പകർത്തിയിട്ടുള്ളത്? ധനകാര്യ സെക്രട്ടറിയുടെ. ഭൂമിയുടെ ഏത് ആർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്?